ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു ഫ്ലവർ പോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കണേ കറക്റ്റായിട്ട് എല്ലാം ഞാൻ ആദ്യം ഇട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അതിനുശേഷം നമുക്കൊരു എത്ര ഫ്ലവർ വേണമെങ്കിലും ഉണ്ടാക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഇപ്പോൾ ഒരു 5-6 എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് പൈപ്പ് ക്ലീനറാണ് വേണ്ടത്. അതായിരിക്കും ഒന്നുകൂടി ഒരു പോട്ടിനെ ഭംഗി കൊടുക്കുക. ഈ പൂച്ചട്ടിയൊക്കെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ള അതൊക്കെയാണല്ലോ, അപ്പോൾ അതായിരിക്കും ഒന്നുകൂടി ഭംഗി. അതിനുശേഷം ഒരു പേപ്പർ ഗ്ലാസ്, അത് ചെറുതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അത് ഒന്നും കൂടി കട്ട് ചെയ്യുക, അതിൻ്റെ ആ മേലത്തെ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പൈപ്പ് ക്ലീനർ 4-5 പീസായിട്ട് മുറിക്കാം. നമുക്ക് നമ്മുടെ ഉള്ള പൈപ്പ് ക്ലീനറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4ആയിട്ടാണ് മുറിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മുറിക്കാം. നമുക്ക് ഇതിൽ ഫിറ്റ് ആവണം. എന്നിട്ട് നമ്മൾ ആ ഗ്ലാസിൻ്റെ മേലെ വെച്ചിട്ട് മേലെയും അടിയിലും പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നല്ലോണം പ്രസ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോഴേക്കും ആ സംഭവം ഊരി വരും. എന്നിട്ട് നമ്മളിത് മൊത്തം ചെയ്യണം, ഇതിൻ്റെ എല്ലാ സൈഡും നമ്മൾ ചെയ്യണം. ഞാൻ ഇതിന് മുന്നേ ഒരു പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു സൈഡ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എപ്പോഴും ഭംഗി ഉണ്ടാവുക ഫുള്ളായിട്ട് ചെയ്യുമ്പോഴായിരിക്കും. അങ്ങനെ ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും തികഞ്ഞില്ല. അപ്പം ഞാൻ വീണ്ടും ഒരെണ്ണം വെട്ടിയിട്ട് എടുത്തു. അതിൽ 2 യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഒരു 10-14 ഞാൻ വെട്ടിയിട്ടുണ്ടാവും. അതെനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല, അത് നിങ്ങൾ എടുക്കണം ഗ്ലാസ്സിനനുസരിച്ചിട്ടായിരിക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പേപ്പറോ അല്ലെങ്കിൽ വല്ല വേസ്റ്റ് തുണിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാം. എന്നിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പേപ്പർ ആകുമ്പോൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇരിക്കും. ഇനിയിപ്പോൾ തുണി അങ്ങനെ വല്ല സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്തിരിക്കില്ല. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണ് തന്നെ യൂസ് ചെയ്യണം. സാധാ ഫെവിക്കോളൊന്നും യൂസ് ചെയ്തിരിക്കില്ല. അങ്ങനെ നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് നല്ലോണം വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നമ്മൾ നല്ല അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പോട്ട് റെഡിയായി.